ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ദുരന്തം പിടിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ നമ്മൾ മുമ്പ് ചെയ്ത നോർത്ത് കൊറിയയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയും അത് നോർത്ത് കൊറിയ തന്നെയാണെന്ന്. ഇത്തരത്തിലുള്ള ഈ ദുരന്തം പിടിച്ച നോർത്ത് കൊറിയയിലുള്ള സ്കൂളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സൺഡേ ഫണ്ട് എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ദുരന്തം പിടിച്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലു ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് നോർത്ത് കൊറിയൻ സ്കൂളുകളിലെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളിലോ കോളേജിലൊക്കെ നമ്മൾ ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ കൈ ഉയർത്തിയിട്ടൊന്ന് പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിൽക്കുന്ന അധ്യാപകനോട് ചോദിക്കും. അതിനുശേഷം നമ്മൾ പോകും. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യക്കാർ ഒട്ടുമിക്ക ആളുകളും ശുചീകരണ പ്രവൃത്തികൾ ചെയ്യുന്നത് വെള്ളം കൊണ്ടാണ്. എന്നാൽ നമ്മൾ നേരെ പുറം രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പലയിടത്തും അവർ ശുചീകരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പേപ്പറാണ്. എന്നാൽ ഈ ഒരു കാര്യം തന്നെ നമ്മൾ ഈ ഒരു നോർത്ത് കൊറിയൻ സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പേപ്പറുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഓരോ കുട്ടിയും ക്ലാസ് റൂമിൽ നിന്നും ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ തന്നെ ക്ലാസ് അധ്യാപിക, ക്ലാസ് ടീച്ചർ അവർക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് പേപ്പർ അളന്ന് മുറിച്ചെടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു പേപ്പറും കൊണ്ട് വേണം ഓരോ വ്യക്തിയും, ഓരോ സ്റ്റുഡൻറ് ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഇത്തരത്തിൽ ടോയ്ലറ്റ് പേപ്പർ ഒന്നും മേടിക്കാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണി പാളുന്നതായിരിക്കും. ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശുചീകരണ പ്രവർത്തികൾ മുഴുവനും തീർത്തിരിക്കണം. അതുകൊണ്ട് തീർന്നിട്ടില്ല എങ്കിൽ വീണ്ടും ക്ലാസ് വരെ ചെന്ന് വേണം ഈ ഒരു പേപ്പർ വീണ്ടും മേടിക്കാനായിട്ട്. ഒരു വിചിത്രമായിട്ടുള്ള ഒരു റൂളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള റൂള് സ്കൂളുകളിൽ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അനാവശ്യമായിട്ട് ഈ ഒരു ടോയ്ലറ്റ് പേപ്പറുകൾ യൂസ് ചെയ്യുന്നു, അവർ വലിയ രീതിയിൽ തന്നെ അത് നശിപ്പിച്ച് കളയുന്നു എന്നൊക്കെ കാണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റൂള് നോർത്ത് കൊറിയൻ സ്കൂളുകളിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ഹിസ്റ്ററി ബുക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ഹിസ്റ്ററി ബുക്കുകൾ എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചും അവർ നമ്മുടെ ഈ ഒരു രാജ്യത്തിനും നമ്മുടെ ലോകത്തിനും നമ്മുടെ നാടിനൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ എഴുതിയത് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ നോർത്ത് കൊറിയൻ സ്കൂളുകളിലുള്ള ഹിസ്റ്ററി ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ആളുകളെ കുറിച്ച് മാത്രമേ നമുക്കതിൽ കാണാൻ സാധിക്കൂ. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അവിടെയുള്ള ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉന്നിനെ കുറിച്ചിട്ടും രണ്ടാമതായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള കിം ജോങ് ഇല്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടാളെയും കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊരു നിലപാടാണ് അവിടെയുള്ള ഭരണാധികാരികൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഓരോ ക്ലാസ്സിലും ഈ രണ്ട് വ്യക്തികളുടെയും ഫോട്ടോകൾ കൂടെ തൂക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ സ്റ്റുഡൻറ്റും രാവിലെ അതിന് മുന്നിൽ ചെന്നുകൊണ്ട് കിം ജോങ് ദൈവങ്ങളെ കാത്തോളനെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ക്ലാസ്സുകളിലേക്കെല്ലാം കടക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ക്ലാസ് റൂം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ, സ്കൂളിലെ ക്ലാസ് റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ചെമ്പരത്തി പൂവൊക്കെ പൊട്ടിച്ചിട്ട് രാവിലെ നേരത്തെ തന്നെ തൊട്ടടുത്തുള്ള നമ്മളെ സ്കൂളിലേക്ക് ഓടും. എന്നിട്ട് ടീച്ചറും ബാക്കി സ്റ്റുഡൻസൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അവിടെയുള്ള മരത്തിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബോർഡിൽ ഈ ഒരു ചെമ്പരത്തി മൊത്തം ഉരച്ചിട്ട് ആ ഒരു ബോർഡിൻ്റെ ഒരു തിളക്കം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂട്ടി ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കും. അതിനുശേഷം ടീച്ചർ വന്നു കഴിഞ്ഞാൽ ആരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ടീച്ചർ ചെറുതായിട്ട് നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. അത് ഭയങ്കര ഒരു നൊക്ലാച്ചിയുള്ളൊരു സാധനങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ നോർത്ത് കൊറിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ക്ലാസ് റൂം ക്ലീനിങ് ഉണ്ട്. അത് ഒരു എക്സ്ട്രീം ലെവലായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ക്ലാസ് റൂം ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും മൊത്തം നിലം അവർ തുടച്ച് വൃത്തിയാക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്കൂളിൻ്റെ ഏറെക്കുറെ 1.5 കിലോമീറ്റർ പരിധിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും നല്ല വെടിപ്പോടുകൂടി തന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ മേലിലാണ്. ഓരോ സ്റ്റുഡൻസും ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമം അവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ സ്വന്തം വീട് മാത്രം ശുചീകരിക്കുന്നതിനപ്പുറത്തേക്ക് സ്വന്തം നാട് കൂടെ ശുചീകരിക്കുന്നതിലൊരു താല്പര്യം ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് സ്കൂൾ അധികൃതരൊക്കെ പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ഷൂവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഷൂ ഇടുന്നത് അതേപോലെ തന്നെ നോർത്ത് കൊറിയൻ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഷൂ ഇടാം. അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഷൂ സ്കൂളുകളുടെ ഗേറ്റിനുള്ളിലേക്ക് കടത്താൻ പാടില്ല. ഗേറ്റിന് പുറത്ത് തന്നെ ഊരി വെച്ചതിന് ശേഷം പ്രത്യേകമായിട്ടുള്ള സ്കൂൾ സ്ലിപ്പേഴ്സ് ധരിച്ചിട്ട് വേണം ഓരോ വിദ്യാർത്ഥിയും സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. യാതൊരു കാരണവശാലും അവർ സ്കൂളിനകത്തേക്ക് ഈ ഒരു ഷൂകൾ പ്രവേശിപ്പിക്കുന്നതല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഷൂ ഇല്ല എങ്കിൽ ക്ലാസ്സിൽ പുറത്താക്കുന്ന രീതിയിലൊക്കെയാണ് പല സ്കൂളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ പറയുന്നത് സ്കൂളിനകത്തേക്ക് ഷൂ ഇട്ട് കയറി കഴിഞ്ഞാൽ അവിടെ മൊത്തം വൃത്തികേടായി
ഇല്ലാണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം അവർ ചെയ്തിട്ടുള്ളതെന്നാണ്. ഇനിയിപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, പുറത്ത് നിന്ന് ഒരു പാരന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു വ്യക്തി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ ഷൂ ഊരേണ്ടതുണ്ടോ എന്ന്. തീർച്ചയായിട്ടും എല്ലാവരും ഷൂ ഊരി വെക്കേണ്ടതുണ്ട്. അതിന് പുറത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഷൂ ഊരി വെച്ചതിന് ശേഷം പ്രത്യേകമായിട്ടുള്ള അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്കൂൾ സ്ലിപ്പേഴ്സ് ധരിച്ചിട്ട് വേണം ഓരോരുത്തരും സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത് ക്ലാസ്സുകളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂൾ പോലെ 9 മണിക്ക് അല്ലെങ്കിൽ 9:30 തുടങ്ങിയിട്ട് 4 മണി വരെ അല്ലെങ്കിൽ 4:30 5 മണി വരെ ഉള്ള ഒരു സ്കൂൾ സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. അവിടുത്തെ ഓരോ സ്കൂളും കൃത്യം 7:30 ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 1 മണി വരെ ക്ലാസ്സുകൾ നടക്കും. 1 മണിക്ക് ബ്രേക്കാണ്, 2 മണി വരെ ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. 2 മണി മുതൽ 5 മണി വരെ വീണ്ടും ക്ലാസ്സുകൾ നടക്കും. 5 മണിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് 7 മണി വരെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, അതുപോലെ തന്നെ യോഗ, കരാട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനും പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയമാണ്. അത് കഴിഞ്ഞ് 7 മണി ആയിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 8 മണി മുതൽ പിന്നീട് 12 മണി വരെ ടീച്ചേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ 7:30 മുതൽ അർദ്ധരാത്രി 12 മണി വരെ അവർക്ക് ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നോർത്ത് കൊറിയയിലുള്ള ജോലികളുടെ കാര്യവും വരുന്നത്. ഓരോ വ്യക്തിയും 6 ദിവസവും ജോലി ചെയ്തിരിക്കണം. ഒരു ദിവസം രാജ്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അവർ ജോലി ചെയ്തിരിക്കണം. അപ്പോൾ ആഴ്ചയിലുള്ള 7 ദിവസങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ടിയിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി 7:30 മുതൽ 12 മണി വരെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ച് പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണിതനായിട്ട് എവിടെയെങ്കിലും പോയിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ഉറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഇല്ല, ആരും തന്നെ ശല്യപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖസുന്ദരമായിട്ട് തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും അവിടെ കിടന്നുറങ്ങാനുള്ള പെർമിഷൻ ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നത് സ്കൂളിൽ ഓരോ കുട്ടിയും പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. സാധാരണ ഇതിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആണുള്ളതെങ്കിൽ അവിടെയുള്ള നോർത്ത് കൊറിയയിലുള്ള സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അവിടെ വാതിൽക്കൽ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഗേറ്റിൽ നിൽക്കുന്നത്. ആ വ്യക്തി ഓരോ വിദ്യാർത്ഥികളെയും നല്ല രീതിയിൽ തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് സ്കൂളിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതിൽ തന്നെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കയ്യിൽ മോതിരോ ബ്രേസ്ലെറ്റുകളോ കഴുത്തിൽ ചെയിനോ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ധരിക്കാൻ പാടില്ല, ഹെയർ കളർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരുപാടധികം റൂൾസുകളുണ്ട്. ഇനി നേരെ ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ മോതിരം, വള, മാല ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ധരിക്കാൻ പാടില്ല. ഇതിനപ്പുറത്തേക്ക് മുടി ഒരു പരിധിക്കപ്പുറം വളർത്താനും പാടില്ല. ഒരു പരിധിക്കപ്പുറം വളർന്നു കഴിഞ്ഞാൽ ആദ്യം ടീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് വാൺ ചെയ്യും. അത് കഴിഞ്ഞിട്ടും അവർ വെട്ടുന്നില്ല എങ്കിൽ ടീച്ചേഴ്സ് എന്നെ പിടിച്ചിട്ട് നൈസായിട്ട് വെട്ടിക്കൊടുക്കുന്നതായിരിക്കും മുടി. ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈലുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോർത്ത് കൊറിയയിൽ ആകെക്കൂടെ ഉള്ളത് 28 ഹെയർ സ്റ്റൈലുകൾ മാത്രമാണ്. അതിൽ 10 പുരുഷന്മാർക്കും ബാക്കി സ്ത്രീകൾക്കാണ്. അതിനപ്പുറത്തേക്കുള്ള വെറൈറ്റി ഓഫ് രീതികളിലൊന്നും വെട്ടാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 7ാമതായിട്ട് വരുന്നത് പണിഷ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറച്ച് കൂടിയ ഇനത്തിൽപ്പെട്ട പണിഷ്മെന്റുകളാണ് കേട്ടോ പൊതുവെ സ്കൂളുകളിൽ അവർ നൽകി വരുന്നത്. സ്ത്രീകൾ, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണ് എങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള കുരുത്തക്കേടുകൾ ഒപ്പിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലൊക്കെ അവിടെ ചെയ്യുന്നൊരു കാര്യം പെൺകുട്ടികളുടെ ഇന്നർ മുട്ടുവരെ താഴ്ത്തിയതിനു ശേഷം ക്ലാസിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് നിൽക്കുക, ക്ലാസ് തീരുന്നത് വരെ നിൽക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ തവണ അത് ക്ലാസ്സിലാണെങ്കിൽ 2ാമത്തെ തവണ അത് വരാന്തയിലും 3ാമത്തെ തവണയാകുമ്പോഴേക്ക് അത് ഗ്രൗണ്ടിലൊക്കെ ചെന്ന് നിൽക്കേണ്ട രീതിയിലേക്കാണ് അവിടെ അവർ പണിഷ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ബോയ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെ ക്ലാസിന്റെ മുന്നിൽ ഇങ്ങനെ കൊടുന്ന് നിർത്തിയതിനു ശേഷം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും നല്ല അടിപൊളിയായിട്ട് ചെകിട്ട് തടിപ്പിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് അവർ 1ാമതായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് കുനിച്ച് നിർത്തിയിട്ട് നല്ല കട്ടിയുള്ള വടി കൊണ്ട് 50-60 അടികൾ നിതംബത്തിനിട്ട് കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ആണ്. പലപ്പോഴും ചോരയൊക്കെ വരുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് അവർ ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ തന്നെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള പണിഷ്മെന്റുകൾ ചെയ്ത കാരണമായിട്ട് സ്റ്റുഡൻസ് ഇതിനെതിരെ പ്രതികരിക്കുകയും ചില ടീച്ചേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ പല സ്കൂളുകളിലും അവിടെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കുമായി സംസാരിക്കുമ്പോൾ, സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പഴയ കാലത്തുള്ള ഒരുപാടധികം ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മളെ സ്കൂൾ കാലഘട്ടവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ല മികച്ചൊരു കമൻറ്റ് ഞാൻ പിടിച്ചിട്ട് നേരെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. മറ്റുള്ളവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനമായിട്ട് ഞാനൊരു
റെഡ് കളർ ഹേർട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഹേർട്ടും തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അഫ്ലു ഹിയർ എന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.